ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബ ഐശ്വര്യപൂർണ്ണമാണെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലും വിളിച്ചുണ്ടാവും. അതാണ് സത്യം. അതിന് ചേച്ചി കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഉണ്ടായിരുന്ന സ്വന്തം കുടുംബവും തകർത്തു കളഞ്ഞില്ലേ? ശേഖര, മര്യാദയ്ക്ക് സംസാരിക്കണം. അംബികയാണല്ലോ, എന്താ പ്രശ്നം? ഹലോ അംബികെ, നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? ഇതെന്താ അംബിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിനുള്ള പ്രതിഫലം അപ്പോ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാറില്ലേ? അതിന് ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ അംബിക. ഇതുവരെ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ആണല്ലോ. ആ ആണ്. എന്താ സംശയം? ആ ഋതികയും രാജുവിനെയും കീരിയും പാമ്പ് പോലെ ആക്കുന്നതായിരുന്നില്ലേ നമ്മുടെ കോൺട്രാക്ട്? കോൺട്രാക്ട് അതൊക്കെ തന്നെയാ. അല്ല, ഞാൻ അവരെ നല്ല ഒരു ഒന്നാം തരം വേല വെച്ച് കീരിയും പാമ്പും പോലെ ആക്കിയതല്ലേ. എന്നാ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ വീണ്ടും പൊരിച്ച കോഴിയും ചപ്പാത്തിയും പോലെയായി. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മുടിഞ്ഞ ബുദ്ധിയില്ലേ, ഇനി അവരെ പിരിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ മുണ്ടക്കലമ്മേ? ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും കുരുട്ട് ബുദ്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തത്. എന്റെ മുണ്ടക്കലമ്മേ, ആ രാജുവും ഋതികയും വലിയ ശല്യമാ. ഇപ്പൊ അവളെ പിരിഞ്ഞ അവനും അവനെ പിരിഞ്ഞ അവൾക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന്. പ്രണയമോ, മുടിഞ്ഞ പ്രണയം. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈയിടെ ആയിട്ട് ലവ് ഡേസ് കുന്തരി ഇത്തിരി കൂടുതലാണ്. ഉടനെ ഞാനൊരു പണി കൊടുക്കും. വേഗം വേണം, അല്ലെങ്കിലേ നമ്മൾ തമ്മിൽ തെറ്റുവേ. എന്താണോ താൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് ശരി, ഭർത്താവിനെ കയറി എടോ പോടോന്നൊക്കെ വിളിക്കുമല്ലേ? അതിനെന്താ കുഴപ്പം? അന്യോന്യം എടാ അടിന്നൊക്കെ വിളിക്കുന്ന കപ്പിൾസ് ഇല്ലേ? എന്നാ പിന്നെ എന്തേലും വിളിക്ക്. ഒരു സന്യാസിയെ പോലെ നടന്ന രാജു ഗുരുസ്വാമി എത്ര പെട്ടെന്ന് സ്നേഹനിധിയായ ഹസ്ബൻഡ് ആയത്. വാസ്തവം പറഞ്ഞ ഞാൻ കല്യാണേ കഴിക്കണ്ടെന്ന് കരുതി നടന്നതാ. സ്വാമി ആകാനായിരുന്നല്ലേ ആഗ്രഹം? സ്വാമി ആസാമിയൊന്നും ആകാനല്ല, പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏൽക്കാതെ ഇങ്ങനെ ഉഴപ്പനായിട്ട് നടക്കണം. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ പിടിച്ച് തളച്ചു അല്ലേ? തളയ്ക്കാൻ ഞാനെന്താ ആനയാണോ? സന്യാസിയായി പോയാ എന്റെ ഋതുക്കുട്ടിയെ എനിക്ക് സ്വന്താക്കാൻ പറ്റായിരുന്നോ? പോയെ ഇനി മഴക്കാലം വരട്ടെ, മഴ നനഞ്ഞോണ്ട് പ്രേമിക്ക. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. പോയി ഫ്രഷ് ആയേ. നല്ല ഋതു, ഞാൻ ചെല്ല്. ചെല്ല് രാജു. പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ലേ? അതേട്ടാ, അത് ശരിയാ. എല്ലാവരും വന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? വിശപ്പുള്ളവരൊക്കെ വന്ന് കഴിച്ചോളും. അതാണോ ചേച്ചി അതിന്റെ മര്യാദ? കൂടുമ്പോ ഇമ്പോളല്ലേ കുടുംബം. ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത് ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെയാ.
കുടുംബം ഐശ്വര്യപൂർണ്ണമാണെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലും വെളിച്ചമുണ്ടാവും. അതാണ് സത്യം. അതിന് ചേച്ചി കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഉണ്ടായിരുന്ന സ്വന്തം കുടുംബവും തകർത്ത് കളഞ്ഞില്ലേ? ദേ ശേഖര, മര്യാദയ്ക്ക് സംസാരിക്കണം. ഓരോ കാരണങ്ങൾ കൊണ്ടേ എന്റെ കൺട്രോള് പോയിരിക്കുക. ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ കുടുംബം ഞാൻ തകർത്തൊന്നുമില്ല. എടാ, ഇതാ എന്റെ കുടുംബം. എന്താ ചേച്ചി ഇത്? അവൻ ചേച്ചിയേക്കാൾ എത്ര വയസ്സിനുള്ളതാ? അവൻ എന്തെങ്കിലും ഒരു അവിവേകം പറഞ്ഞെന്നിരിക്കട്ടെ. ചേച്ചിയല്ലേ ഞങ്ങളെക്കാളും മൂത്തത്. ചേച്ചിയല്ലേ ക്ഷമിക്കേണ്ടത്. സമ്പത്തല്ല ചേച്ചി മനുഷ്യന് വലുത്, സമാധാനമാണ്. അത് മറക്കരുത്. പോട്ടെ, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ദിവസത്തിന്റെ ശോഭ കളയരുത്. ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും പ്രതാപേട്ട. ഇവനിപ്പോ പുത്രിവാത്സല്യം അല്പം കൂടുതലാ. ഞാൻ അവരെ പോയി വിളിക്കാം. അല്ല, അവരെന്താ VIP കളാണോ ക്ഷണിക്കാൻ? വരുമ്പോ വരട്ടെ. സോറി, ഞങ്ങള് ഒരല്പം വൈകി. അതൊന്നും സാരില്ല, ഇരിക്കി. രാജു ഇന്നലെ രാത്രി എല്ലാവരോടും യാത്ര പറഞ്ഞു പോയതല്ലേ, പിന്നെ എപ്പോ തിരിച്ചെത്തി? രാജുവിന് അപ്പോഴപ്പം അമ്മയെ കാണണം. ഉടനടി ഓടി അമ്മയുടെ അടുത്തെത്തും. അപ്പോഴാ ഓർക്കുന്നത് അതിനേക്കാൾ വലുതാണല്ലോ ഭാര്യ എന്ന്. ഉടനെ തിരിച്ചോടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഏയ്, രാജു അങ്ങനെയൊന്നുമല്ല. എല്ലാവരോടും അവന് സ്നേഹമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹം രാധമ്മയോട് ഹൃതിയോടുവാ, അല്ലടാ? രാജുവിന്റെ ഋതുമോളെ കാണാതിരിക്കാൻ വയ്യ.